എന്താണെന്ന് അറിയാമോ? ഫ്രൈഡ് ചിക്കൻ. ഞങ്ങളാണെങ്കിൽ ഫ്രൈഡ് ചിക്കൻ്റെ ഒരു റെസിപ്പി പഠിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. സക്സസ് ആവാൻ അറിയത്തില്ല എങ്കിലും നമുക്ക് എല്ലാവർക്കും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം എന്തോ ചെയ്യുന്നതെന്നറിയാവോ? നമ്മള് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ പോവാ. അതിന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ എന്തൊക്കെ ഇടുന്നതെന്ന് അറിയാം. ആദ്യം കുറച്ച് ഉപ്പും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് കാശ്മീരി ചില്ലിപ്പൊടി, പറഞ്ഞാലോ? ഓക്കെ, ഇതെന്താണെന്നറിയാം? അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാ. എന്താ വെച്ചൊക്കെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് അതിനകത്ത് നമ്മൾ ഉപ്പിട്ടു, പിന്നാണെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു, കാശ്മീരി ചില്ലി ഇട്ടു, പിന്നെന്താ നാരങ്ങ നീരൊഴിച്ചു, പെപ്പർ ഇട്ടു അല്ലേ? ഇത്രയും സാധനം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്ത് അരമണിക്കൂർ വെച്ചിട്ടാണ് നമ്മൾ ഇതിവിടെ എടുത്തോണ്ട് വന്നിരിക്കുന്നത്. ഇത് മൈദപ്പൊടി. ഇതെന്താണെന്നറിയോ? നമ്മുടെ കോൺഫ്ലേക്സും ഓട്സും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കും ഒരേ അളവില്. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ ക്രഷ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് പിന്നെ കാണാം. ഇതെന്തുവാ? ഐസ് വാട്ടർ. അപ്പൊ എന്തൊക്കെയുണ്ട്? മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ട്, മൈദയുണ്ട്, കോൺഫ്ലേക്സും ഓട്സും കൂടെ മിക്സ് ചെയ്തുകൊണ്ട് ഐസ് വാട്ടർ ഉണ്ട്, പിന്നെ നമ്മൾ ഓയില് എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഓരോന്നും ഇങ്ങനെ മൈദക്കകത്ത് ഐസ് വെള്ളത്തില് വീണ്ടും ഒന്നും കൂടെ നമ്മളിത് ഓരോന്ന് ഓരോന്നോരോന്ന് വീണ്ടും മൈദക്കകത്ത് കോട്ട് ചെയ്യും. നമ്മളിത് നല്ലതായിട്ട് മൈദ വെച്ച് കോട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്തോ ചെയ്യും? ഇതെടുത്തു നമ്മളിത് വീണ്ടും മൈദക്കകത്ത് മുക്കിയിട്ട് വീണ്ടും തണുത്ത വെള്ളത്തിൽ മുക്കി നമ്മളിത് എവിടോട്ട് വെക്കാൻ പോവാ? ഈ കോൺഫ്ലേക്സ് ഓട്സ് മിക്സിനകത്തോട്ട് ഒരു കോട്ടിങ് കൂടെ വെക്കാം. കോൺഫ്ലേക്സും ഓട്സും കൂടെ മിക്സ് ചെയ്തതിനകത്ത് നമ്മൾ ഇത് വീണ്ടും ഒന്നും കൂടെ മുക്കി എടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാൻ ഇടാൻ പോവാണേ. ഇടാം. ഇടാടാ. ഓക്കേ.
നമ്മുടെ പരീക്ഷണം സക്സസ് ആയി. നമുക്ക് ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഞങ്ങള് ഇന്ന് ചപ്പാത്തിയും മയണൈസും ടൊമാറ്റോ സോസും ഉണ്ട് ഇതിന്റെ കൂടെ തിന്നാന്.